പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദത്തിൽ കണക്ക് വിശദീകരിക്കാതെ CPM ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. പണം പിരിച്ചത് ബഹുജനങ്ങളിൽ നിന്നാണെന്നും ബഹുജനങ്ങളല്ലെന്നും KK രാഗേഷ് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിൽ കണക്ക് വിശദീകരിക്കില്ല. കുഞ്ഞികൃഷ്ണന്റേത് പകയുടെ കണക്ക് പുസ്തകമാണെന്നും ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പോൾ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളല്ല, ബഹുജനങ്ങളാണ്. അത് വേറെയാ, രണ്ടും രണ്ടാണ്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. പാർട്ടിക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ വിശദീകരിക്കാൻ തയ്യാറാകാത്തതെന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. 26-ാം നമ്പർ റിസീറ്റിലെ പണം എവിടെ പോയി? ഉത്തരം പറയണ്ടേ? അപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക്, ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാനില്ല. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യം. ഇതില് ഈ കണക്ക് ജൂണിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ് ശുദ്ധ കളവാണ്. അതിലൊന്നുമില്ല. മൊത്തം വരവിത്ര, മൊത്തം ചെലവിത്ര, ബാക്കി ഇത്ര എന്നത് മാത്രമേ അവര് അവതരിപ്പിച്ച കണക്കിലുള്ളൂ. ബാലൻസ് അവർക്ക് എങ്ങനെ ഒപ്പിക്കാൻ കഴിയില്ല. നേരത്തെ ഒരു കണക്ക് കീഴെ പറഞ്ഞിട്ടുണ്ട്, അതിൽ വരവും ചെലവും ബാലൻസും ഉണ്ട്. അതിന് തിരുത്തി പറയാൻ അവർക്ക് കഴിയും. കണക്ക് വിശദീകരിക്കാൻ മടിയില്ല എന്നായിരുന്നു നേരത്തെ CPM നേതാക്കൾ പ്രതികരിച്ചത്. KK രാഗേഷും MV ഗോവിന്ദനും മുമ്പ് പറഞ്ഞതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. പാർട്ടി കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചിട്ടുള്ള പണം പാർട്ടിയുടെ രീതി, പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് കണക്ക് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക. ഇത് പാർട്ടിയുടെ ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശേഖരിച്ച ഫണ്ടാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും വ്യത്യസ്ത ഘട്ടങ്ങളിലും പാർട്ടി കൃത്യമായിട്ട് ഫണ്ട് ശേഖരിക്കാറുണ്ട്. ആ ഫണ്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ പാർട്ടി എടുക്കുന്ന സമീപനം, എല്ലാ ഘട്ടത്തിലും പാർട്ടി എടുക്കുന്ന സമീപനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ആ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കലാണ്. അത് തർക്കമായിട്ട് വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ആ ഫണ്ടിൻ്റെ കണക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാർട്ടിക്ക് യാതൊരു പ്രയാസമില്ല. എപ്പോൾ അവതരിപ്പിക്കും. ഞങ്ങളൊരു നയാ പൈസ അതിൻ്റെ ഭാഗമായിട്ട് കട്ടുപോകുന്ന ഒന്നല്ല. എന്തായാലും 4 കഴിഞ്ഞ് 5 ജാഥ ഇവിടുന്ന് കഴിയല്ലോ. ജാഥ കഴിഞ്ഞ് 6-ാം തീയതി നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ വേണ്ടി ഞാനിവിടെ ഉണ്ട്. നിങ്ങളെല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ. ഞാനിവിടെ ഉണ്ടാവും. നമുക്ക് പരസ്പരം കാണാം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമാണ്. നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളുമായി വന്നോളൂ, ഉത്തരം പറയാം എന്ന് പറഞ്ഞിരുന്ന ജില്ലാ സെക്രട്ടറി പക്ഷേ ഇന്ന് കണക്കുകൾ വിശദീകരിക്കാതെയാണ് വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോയത്. ആ ആരോപണം അതേപടി നിലനിൽക്കുന്നു. കണക്കുകൾ വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ സംശയത്തിന്റെ മുന പാർട്ടിയുടെ മേൽ ഇപ്പോഴും നിൽക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നു. കൃത്യമായ കണക്കുകളുമായി വി കുഞ്ഞികൃഷ്ണനെ CPM ജില്ലാ സെക്രട്ടറി മറുപടി നൽകുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPM പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കണക്കുകൾ അത് പൊതുജനങ്ങളിലേക്ക് വയ്ക്കുന്നതിന് തങ്ങൾക്ക് മടിയില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് വീണ്ടും KK രാഗേഷ് ആവർത്തിച്ച കാര്യം, തങ്ങൾ ഈ ഫണ്ട് പിരിച്ചത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നുമാണ്. അതിനാൽ തന്നെ അത് പാർട്ടി അനുഭാവികൾക്കിടയിലേക്ക് മാത്രം, അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലേക്ക് മാത്രം അവതരിപ്പിക്കും. മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ കണക്കുകൾ തങ്ങൾ അവതരിപ്പിക്കില്ല എന്നുള്ള നിലപാട് അത് KK രാഗേഷ് ഇന്നും ആവർത്തിച്ചു. പ്രധാനമായും 3 തട്ടിപ്പുകളെ കുറിച്ചാണ് ഇദ്ദേഹം വി കുഞ്ഞികൃഷ്ണൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. അതിൽ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, അത് തൽക്കാലം ഒരു ഫണ്ട് മാറ്റൽ നടന്നിട്ടുണ്ട്. എന്നാൽ അതൊരു ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതല്ല എന്നുള്ള നിലപാടിൽ അത് KK രാഗേഷ് വീണ്ടും പറയുന്നു. അതേസമയം തന്നെ ഈ രസീതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. എന്നാൽ പൂർണ്ണമായും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതാണ്, അല്ലെങ്കിൽ വസ്തുതാപരമാണ് എന്ന അഭിപ്രായമില്ല എന്നും KK രാഗേഷ് ഇന്ന് പറഞ്ഞു. എല്ലാം ഈ TI മധുസൂദനോടുള്ള വി കുഞ്ഞികൃഷ്ണന്റെ പകയാണ്, അതിനാലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള നിലപാടിൽ ജില്ലാ സെക്രട്ടറി ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതെ, തീർച്ചയായും. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.